ഹലോ ആൻഡ് വെൽക്കം ടു ഡേ 28 ഓഫ് ദ ചലഞ്ച്. നമ്മൾ ഏകദേശം ചലഞ്ച് തീരാറായിട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കോൺവെർസേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള കോൺവെർസേഷനാണ്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ പഴയകാല കാര്യങ്ങളൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കോൺവെർസേഷനാണ് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ മോൻ്റെ പേര് മനു എന്നാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, നിൻ്റെ ആമസോൺ ഡെലിവറി വന്നിട്ടുണ്ട്, അത് ആ ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം, മനു, ദർ വാസ് എൻ ആമസോൺ ഡെലിവറി ഫോർ യു, ദ പാക്കറ്റ് ഈസ് ഓൺ ദ ഷെൽഫ്. മനു, എൻ്റെ ആമസോൺ ഡെലിവറി ഉണ്ടായിരുന്നു. ദർ വാസ് എൻ ആമസോൺ ഡെലിവറി ഫോർ യു, ദ പാക്കറ്റ് ഈസ് ഓൺ ദ ഷെൽഫ്. ആ ഡെലിവറി പാക്കറ്റ് ഷെൽഫിൻ്റെ മുകളിലുണ്ട്. ദ പാക്കറ്റ് ഈസ് ഓൺ ദ ഷെൽഫ്. പ്രപ്പോസിഷൻ നോക്കണേ, ഷെൽഫിൻ്റെ മുകളിലാണ്. ദ പാക്കറ്റ് ഈസ് ഓൺ ദ ഷെൽഫ്. അപ്പം മനു ചോദിക്കുകയാണ്, അത് വന്നു കഴിഞ്ഞോ? ഹാസ് ഇറ്റ് അറൈവ്ഡ് ഓൾറെഡി? ഹാസ് ഇറ്റ് അറൈവ്ഡ് ഓൾറെഡി? അത് വന്നു കഴിഞ്ഞോ? അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, നീ ഇത്തവണ എന്താ വാങ്ങിച്ചത്? വാട്ട് ഡിഡ് യു ബൈ ദിസ് ടൈം? വാട്ട് ഡിഡ് യു ബൈ ദിസ് ടൈം? നീ ഇത്തവണ ദിസ് ടൈം എന്താ വാങ്ങിച്ചത്? വാട്ട് ഡിഡ് യു ബൈ ദിസ് ടൈം? അപ്പം മനു പറയാണ്, എ ന്യൂ പെയർ ഓഫ് ഷൂസ്. പുതിയ ഒരു ജോഡി ഷൂസാണ് മനു വാങ്ങിച്ചത്. എ ന്യൂ പെയർ ഓഫ് ഷൂസ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഷൂസ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഐ ബോട്ട് ഷൂസ് എന്ന് പറയരുത്, ഐ ബോട്ട് എ പെയർ ഓഫ് ഷൂസ്. അത് ഒരുമിച്ച് പറയണം കേട്ടോ. രണ്ടെണ്ണമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ എ പെയർ ഓഫ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഐ ബോട്ട് എ പെയർ ഓഫ് ഷൂസ്. അപ്പോൾ ഇവിടെ മനു പറയാണ്, എ ന്യൂ പെയർ ഓഫ് ഷൂസ്. ഒരു പുതിയ ജോഡി ചെരുപ്പുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ മാസമല്ലേ നീ ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചത്? അതിന് ചോദിക്കുക, വാസൻറ്റ് ഇറ്റ് ജസ്റ്റ് ലാസ്റ്റ് മന്ത് ദാറ്റ് യു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്? വാസൻറ്റ് ഇറ്റ് ജസ്റ്റ് ലാസ്റ്റ് മന്ത് ദാറ്റ് യു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്? കഴിഞ്ഞ മാസം തന്നെയല്ലേ നീ വേറൊരു പുതിയൊരു പെയർ ഓഫ് ഷൂസ് വാങ്ങിച്ചത്? വാസൻറ്റ് ഇറ്റ് ജസ്റ്റ് ലാസ്റ്റ് മന്ത് ദാറ്റ് യു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്? അപ്പം മനു പറയാണ്, ഇത്തവണ 20% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, നല്ല ഓഫർ ആയതുകൊണ്ട് എനിക്കത് മിസ് ചെയ്യാൻ തോന്നിയില്ല. അതിന് പറയാം, യെസ്, ദർ വാസ് എ 20% ഡിസ്കൗണ്ട് ദിസ് ടൈം. ഇത്തവണ ഒരു 20% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ദർ വാസ് എ 20% ഡിസ്കൗണ്ട് ദിസ് ടൈം. ഇറ്റ് വാസ് എ ലിമിറ്റഡ് പീരീഡ് ഓഫർ. കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള ഓഫർ ആയിരുന്നു. ഇറ്റ് വാസ് എ ലിമിറ്റഡ് പീരീഡ് ഓഫർ ആൻഡ് ഐ ഡിഡ്ന്റ് വോണ്ട് ടു മിസ് ദ ഡീൽ. എനിക്ക് ആ ഡീല് മിസ് ചെയ്യണ്ട. ഐ ഡിഡ്ന്റ് വോണ്ട് ടു മിസ് ദ ഡീൽ. അപ്പോൾ അച്ഛൻ പറയാണ്, ഞാൻ ഓർക്കണു, ഞാൻ നിൻ്റെ പ്രായമുള്ള സമയത്ത് എനിക്ക് ഒരു ജോഡി ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ റിമെമ്പർ വെൻ ഐ വാസ് യുവർ ഏജ്. വെൻ ഐ വാസ് യുവർ ഏജ്, ഞാൻ നിൻ്റെ പ്രായമായിരുന്നപ്പോൾ. വെൻ ഐ വാസ് യുവർ ഏജ് ഐ ഹാഡ് ഓൺലി വൺ പെയർ ഓഫ് സാൻഡൽസ്. എനിക്ക് ഒരു ജോഡി ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ഓൺലി വൺ പെയർ ഓഫ് സാൻഡൽസ്. ഈ സാൻഡൽസ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഇടുന്ന ചെരുപ്പില്ലേ, സാധാരണ ചെരുപ്പ്, ഷൂസ് അല്ലാത്ത ചെരുപ്പ്, അതിന് സാൻഡൽസ് എന്ന് പറയും. അപ്പോൾ സ്ലിപ്പർ എന്താണെന്നറിയോ? സ്ലിപ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇട്ട് കിടക്കുന്ന ചെരുപ്പില്ലേ, അതിനാണ് സ്ലിപ്പർ എന്ന് പറയാം. പുറത്ത് പോകുമ്പോൾ ഇട്ടുന്ന ചെരുപ്പിനെ സാൻഡൽസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ സ്ലിപ്പർ നമ്മൾ ഒരിക്കലും പുറത്തിടില്ല, അകത്ത് മാത്രമേ ഇട്ടുള്ളൂ. സാൻഡൽസ് ആണ് പുറത്തിടുക. എന്നിട്ട് അച്ഛൻ പറയാണ്, അച്ഛൻ ഈ ഒരു ജോഡി ചെരുപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറയാണ്, അതെങ്ങാനും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നന്നാക്കി തുന്നിയിട്ടൊക്കെ അത് ഉപയോഗിക്കുമായിരുന്നു. എങ്ങനെയാ പറയുക? വെൻ ഇറ്റ് വാസ് ഡാമേജ്ഡ് ഐ യൂസ് ടു റിപ്പയർ ആൻഡ് യൂസ് ഇറ്റ്. വെൻ ഇറ്റ് വാസ് ഡാമേജ്ഡ്, ഈ ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പില്ലേ, അതെങ്ങാനും കേടുവന്നാ, വെൻ ഇറ്റ് വാസ് ഡാമേജ്ഡ് ഐ യൂസ് ടു റിപ്പയർ ആൻഡ് യൂസ് ഇറ്റ്. എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്തിട്ട് അത് ഉപയോഗിക്കുമായിരുന്നു, നന്നാക്കിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് അവേ, അത് വലിച്ചെറിയണതിന് പകരം അത് തുന്നിയിട്ട് ശരിയാക്കിയിട്ട് ഉപയോഗിക്കുമായിരുന്നു എന്നാണ് അച്ഛൻ പറയണത്. ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് അവേ, അത് വലിച്ചെറിയുന്നതിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് പകരം. വെൻ ഇറ്റ് വാസ് ഡാമേജ്ഡ് ഐ യൂസ് ടു റിപ്പയർ ആൻഡ് യൂസ് ഇറ്റ്. When it was damaged, I used to repair and use it instead of throwing it away. അപ്പം മനു പറയുന്നു, അച്ഛത് കുറേ കാലം മുമ്പല്ലേ, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എങ്ങനെയാണ് പറയണേ? ഡാഡ്, ബട്ട് ഇറ്റ് വാസ് എ ലോങ് ടൈം എഗോ. അത് കുറേ കാലം മുമ്പല്ലേ. ഡാഡ്, ബട്ട് ഇറ്റ് വാസ് എ ലോങ് ടൈം എഗോ ആൻഡ് ദെൻ ദാറ്റ് വാസ് ദ നോം. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി ദെൻ ദാറ്റ് വാസ് ദ നോം. ഇന്ന് അച്ഛൻ അങ്ങനെയൊന്നും ഇവിടെ ആരും നടക്കുന്നത് കാണാൻ പറ്റില്ല. അതിന് പറയണേ, ടുഡേ യു വോണ്ട് ഫൈൻഡ് എനി വൺ വാക്കിംഗ് അറൗണ്ട് ലൈക്ക് ദാറ്റ്. ഇന്ന് ഇവിടെ ഇപ്പോൾ ആരും ഇങ്ങനെ പൊട്ടി ചെരുപ്പൊക്കെ തുന്നിയിട്ടൊന്നും നടക്കുന്നത് കാണാൻ പറ്റില്ല എന്നാണ് മോൻ പറയണത്. ടുഡേ യു വിൽ നോട്ട് ഫൈൻഡ് എനി വൺ വാക്കിംഗ് അറൗണ്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ അച്ഛൻ പറയാണ്, ഇന്ന് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഉടൻ തന്നെ കിട്ടും. അങ്ങനെ പറയാ, ടുഡേ യു ഹാവ് എവറിത്തിങ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ വിരൽത്തുമ്പിലുണ്ടെന്ന്. ടുഡേ യു ഹാവ് എവറിത്തിങ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ മോൻ പറയാണ്, അച്ഛൻ്റെ കുട്ടിക്കാലം ഭയങ്കര ദുഃഖകരമായിരുന്നു അല്ലേ, സങ്കടമുണ്ട് കേട്ടോ, അങ്ങനെ പറയാണ്.
ഐ എം സോറി ദാറ്റ് യു ഹാഡ് എ ടഫ് ചൈൽഡ്ഹുഡ്. അച്ഛനൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു കുട്ടിക്കാലത്ത് എന്ന് അറിഞ്ഞ് എനിക്ക് ദുഃഖമുണ്ട്. ഐ എം സോറി ദാറ്റ് യു ഹാഡ് എ ടഫ് ചൈൽഡ്ഹുഡ്. അപ്പോൾ അച്ഛൻ പറയാണ്, ഞാൻ യോജിക്കുന്നില്ല ആ കാര്യത്തിൽ. എനിക്കൊരു ടഫ് ചൈൽഡ്ഹുഡ് ഒക്കെ എന്നാണല്ലോ നീ പറയണത്. ഞാൻ യോജിക്കുന്നില്ല. അതിങ്ങനെ പറയാം, വളരെ മാന്യമായിട്ട് ഞാൻ വിയോജിക്കുന്നു എന്ന് പറയാൻ ഐ ബെഗ് ടു ഡിഫർ. ആ ഫ്രേസ് പഠിച്ചു വെക്കണേ. ഐ ബെഗ് ടു ഡിഫർ. ഞാൻ വിയോജിക്കാൻ താല്പര്യപ്പെടുന്നു. ഐ ബെഗ് ടു ഡിഫർ. ഇറ്റ് വാസ് ഓൺലി ടഫ് ഫിനാൻഷ്യലി. കാശിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ടഫായിരുന്നത്. ഇറ്റ് വാസ് ഓൺലി ടഫ് ഫിനാൻഷ്യലി. ദർ വാസ് സോ മച്ച് മോർ ഹാപ്പിനെസ് ആൻഡ് പീസ്. ആ സമയത്ത് കുറച്ചുകൂടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. ദർ വാസ് സോ മച്ച് മോർ ഹാപ്പിനെസ് ആൻഡ് പീസ്. ഇന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ്. അങ്ങനെ പറയണത്, ടുഡേ എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഈ ജനറേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, പുതിയ ജനറേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു വേർഡാണ്, ഒരു ഫ്രേസാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ടുഡേ എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് സാധിക്കുക, അത് സാധിച്ചില്ലെങ്കിൽ നമുക്ക് സഹിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് എന്തെങ്കിലും വേണം, അത് ഉടനെ വേണം, വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. ടുഡേ എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഓൺലൈനായിട്ട് അത് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ പറയാം, ഇഫ് യു ലൈക്ക് സംതിങ് വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് യു ഓർഡർ ഇറ്റ് ഓൺലൈൻ. എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ആ സാധനം ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നു. ഇഫ് യു ലൈക്ക് സംതിങ് വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് യു ഓർഡർ ഇറ്റ് ഓൺലൈൻ. എന്നിട്ടോ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിനുള്ള ഇൻട്രസ്റ്റ് പോയിട്ട് അത് വലിച്ചെറിയുന്നു. ആഫ്റ്റർ എ വീക്ക് ഓഫ് യൂസിങ് ഇറ്റ്, ഒരാഴ്ച ഉപയോഗിച്ചതിന് ശേഷം ആഫ്റ്റർ എ വീക്ക് ഓഫ് യൂസിങ് ഇറ്റ് യു ലൂസ് ഇൻട്രസ്റ്റ് ആൻഡ് ത്രോ ഇറ്റ് അവേ. നിങ്ങൾക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് പോയി. യു ലൂസ് ഇൻട്രസ്റ്റ് ആൻഡ് ത്രോ ഇറ്റ് അവേ. എന്നിട്ട് വലിച്ചെറിയുന്നു. ആൻഡ് ത്രോ ഇറ്റ് അവേ. ആഫ്റ്റർ എ വീക്ക് ഓഫ് യൂസിങ് ഇറ്റ് യു ലൂസ് ഇൻട്രസ്റ്റ് ആൻഡ് ത്രോ ഇറ്റ് അവേ. അപ്പം മനു വിചാരിച്ചു, മനുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം മനു പറയാം, അയ്യോ ഞാൻ എൻ്റെ പഴയ ഷൂസൊന്നും വലിച്ചെറിയില്ല. അതിനെ പറയണേ, ഐ വോണ്ട് ത്രോ അവേ മൈ ഓൾഡ് ഷൂസ്. ഐ വോണ്ട് ത്രോ അവേ മൈ ഓൾഡ് ഷൂസ്. ഐ വോണ്ട് ത്രോ അവേ മൈ ഓൾഡ് ഷൂസ്. ഞാൻ എൻ്റെ പഴയ ഷൂസൊന്നും വലിച്ചെറിയില്ല കേട്ടോ. അങ്ങനെ പറയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിങ്ങനെ പറയാം, അതേ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയാം, യു ബെറ്റർ നോട്ട്. വലിച്ചെറിയാതിരിക്കാതിരിക്കും നല്ലത്. അങ്ങനെ കുറച്ചൊരു എന്താ പറയുക, ഒരു വാർണിംഗ് ആയിട്ട് പറയില്ലേ, യു ബെറ്റർ നോട്ട്. യു ബെറ്റർ നോട്ട്. ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. യു ബെറ്റർ നോട്ട്. എന്നിട്ട് അച്ഛൻ പറയാണ്, നീ ഇങ്ങനെ ഷോപ്പ് ചെയ്യുമ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും, ഓൺലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ, ഓഫ്ലൈൻ എന്ന് വെച്ചാൽ നേരെ കടയിൽ പോയിട്ട്, ഓഫ്ലൈൻ എന്ന് വെച്ചാൽ എന്തും ആവാം, ഓൺലൈൻ അല്ലാത്ത എല്ലാം ഓഫ്ലൈനാണ് കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഓൺലൈനോ ഓഫ്ലൈനോ എങ്ങനെയാണെങ്കിലും നീ ഷോപ്പ് ചെയ്യുമ്പോൾ നീ ഇത്തിരി കൂടെ മൈൻഡ്ഫുൾ ആവുക. മൈൻഡ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, നീ ഒന്ന് ശ്രദ്ധിക്കുക, നീ നിൻ്റെ മൈൻഡ് ഇട്ടൊന്ന് ചിന്തിച്ചത് വേണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങിക്കുക. ട്രൈ ടു ബി എ ലിറ്റിൽ മോർ മൈൻഡ്ഫുൾ വെൻ യു ഷോപ്പ്, വെദർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് രണ്ട് കേസ് പറയണമെങ്കിൽ വെദർ അങ്ങനെ പറയാം കേട്ടോ. സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം. ട്രൈ ടു ബി എ ലിറ്റിൽ മോർ മൈൻഡ്ഫുൾ വെദർ ഇറ്റ്സ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. എന്നിട്ട് അച്ഛൻ പറയാണ്, ഇപ്പോൾ മിനിമലിസം എന്നൊരു സംഭവം നടക്കുന്നുണ്ട്, ഒരു ട്രെൻഡിങ് ആയിട്ട് സംഭവമാണ് മിനിമലിസം. നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ പറയാണ്. അങ്ങനെ പറയണത്, മിനിമലിസം ഈസ് ട്രെൻഡിങ് ദീസ് ഡേയ്സ്. ഈ മിനിമലിസം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ ഈ അധികമായിട്ട് കുറേ സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് വളരെ മിനിമമായ കുറച്ച് സാധനങ്ങൾ, ലോങ് ടേമിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് അത് മാത്രം ഉപയോഗിച്ച് കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നൊക്കെ ഒഴിവാക്കി, അങ്ങനത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇപ്പോൾ. പല ആൾക്കാരും സ്വന്തം വീട്ടിലെ ബാക്കി അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്ത എല്ലാ സാധനങ്ങളും എടുത്ത് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ വേണ്ടാന്ന് വെച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അതാണ് മിനിമലിസം. അപ്പോൾ അച്ഛൻ പറയാണ്, ആ സാധനം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. മിനിമലിസം ഈസ് ട്രെൻഡിങ് ദീസ് ഡേയ്സ്. നീ ട്രൈ ചെയ്യേണ്ട അടുത്ത സാധനം അതായിരിക്കും. അധികം ഫോഴ്സ് ചെയ്യുന്നില്ല, മേ ബി എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മേ ബി പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. മേ ബി ദാറ്റ്സ് ദ നെക്സ്റ്റ് തിങ് യു ഷുഡ് ട്രൈ ഔട്ട്. നീ അത് പരീക്ഷിച്ച് നോക്കൂ എന്നാണ് അച്ഛൻ പറയണത് മോൻ്റെ അടുത്ത്. അപ്പം മോൻ പറയാണ്, അച്ഛാ നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് ഈ അടുത്തായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മിനിമലിസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയണത്. അങ്ങനെയാണ് മോൻ വിചാരിക്കുന്നത്. എന്നിട്ട് മോൻ അതെങ്ങനെയാണ് പറയണത്, അച്ഛാ അപ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട്, അതിൻ്റെ കുഴപ്പമാണിത്. അതിനെ പറയാ, ഡാഡ് ഐ തിങ്ക് യു ആർ വാച്ചിങ് ടു മെനി യൂട്യൂബ് വീഡിയോസ്. ഡാഡ് ഐ തിങ്ക് യു ആർ വാച്ചിങ് ടു മെനി യൂട്യൂബ് വീഡിയോസ്. നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് യു ആർ വാച്ചിങ് ടു മെനി യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ അച്ഛൻ പറയാണ്, പിന്നെ എനിക്ക് ഈ പുതിയ ട്രെൻഡൊക്കെ എന്താണെന്ന് അറിയണ്ടേ. അതിങ്ങനെ പറയാ,
Of course, I have to catch up with the trends. Of course, I have to catch up with the trends. ഈ ട്രെൻഡുകളൊക്കെ നടക്കുമ്പോൾ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതൊക്കെ എല്ലാം എനിക്ക് അറിയണ്ടേ. ക്യാച്ച് അപ്പ് വിത്ത് സംതിങ് എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒപ്പം എത്തുക. ക്യാച്ച് അപ്പ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഓടുകയാണെങ്കിൽ അയാളുടെ ക്യാച്ചപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളുടെ ഒപ്പം എത്തുക. അപ്പോൾ ഈ ട്രെൻഡുകൾ ഇങ്ങനെ നടക്കുകയാണ്. ഐ ഹാവ് ടു ക്യാച്ച് അപ്പ് വിത്ത് ദ ട്രെൻഡ്സ്. ആ ട്രെൻഡ്സിൻ്റെ ഒപ്പം എത്തണം എന്നാണ് അച്ഛൻ പറയണത്. അതിനാണ് യൂട്യൂബ് വീഡിയോ കാണുന്നതെന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ നിൻ്റെ അടുത്ത് സംസാരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പറയണത്? ഐ ജസ്റ്റ് ഗോട്ട് എ നോട്ടിഫിക്കേഷൻ. ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഐ ജസ്റ്റ് ഗോട്ട് എ നോട്ടിഫിക്കേഷൻ ഫോർ എ ന്യൂ വീഡിയോ. ഒരു പുതിയ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ എന്തിനാണ്? ഒരു പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ. ഐ ജസ്റ്റ് ഗോട്ട് എ നോട്ടിഫിക്കേഷൻ ഫോർ എ ന്യൂ വീഡിയോ ഫ്രം ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. നമ്മുടെ ചാനലിൽ നിന്ന് ആൾക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. ഞാനിതൊന്ന് കാണട്ടെ എന്ന് അച്ഛൻ പറയണേ. പിന്നെ സംസാരിക്കാം. ടോക്ക് ടു യു ലേറ്റർ. ടോക്ക് ടു യു ലേറ്റർ. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അച്ഛൻ്റെ ജനറേഷനെയോ മകൻ്റെ ജനറേഷനോ ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കോൺവെർസേഷൻ അല്ല. ഒരു സാധാരണ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കോൺവെർസേഷൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റിൽ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ചലഞ്ചുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.